ഹായ് എസ് ടോക്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ചില ആളുകളുടെ മനസ്സിലെങ്കിലും ഉണ്ടാവും എനിക്ക് ആ ഒരാൾ തന്നെ വേണം എന്നുള്ളത്. മീൻസ് ആ ഒരു എക്സിനെ തന്നെ എൻ്റെ ലൈഫിൽ എനിക്ക് എൻ്റെ പുതിയതല്ല ഒരു റിലേഷൻഷിപ്പ് വീണ്ടും ഉണ്ടാക്കിയെടുക്കുകയും അതുമായിട്ട് മുന്നോട്ട് പോകണം. അപ്പോൾ ആ ഒരാളെ തന്നെ കിട്ടിയാൽ കുറച്ചുകൂടി നല്ലതാണ്. ബിക്കോസ് അവരുമായിട്ടുള്ള ആ റിലേഷൻഷിപ്പ് കുറച്ചുകൂടി നല്ല രസമുണ്ടായിരുന്നു, മനോഹരമായിരുന്നു, ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നഷ്ടപ്പെട്ടു എന്നുള്ളത് ഉൾക്കൊള്ളാൻ പ്രയാസമുണ്ട്. അപ്പോൾ ആ ഒരാളെ തന്നെ എനിക്ക് വീണ്ടും റിലേഷൻഷിപ്പിൽ കിട്ടുകയാണെങ്കിൽ, ആളെന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നല്ലതാണെന്ന് പറയുന്ന കുറേ പേരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സിന് നിങ്ങളോട് ഒന്നുകൂടി ഒന്ന് അസൂയ തോന്നിപ്പിക്കാനും അതിലൂടെ നിങ്ങളിലേക്ക് മടങ്ങി വരാനും വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെ ചെയ്താലാണ് അവർക്ക് നമ്മളോട് ഒരു അസൂയ വരിക, അതിലൂടെ എങ്ങനെയാണ് അവർ തിരികെ കൊണ്ടുവരിക എന്നുള്ളത് പറയാം. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കംപ്ലീറ്റ് നിങ്ങൾ നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. നോ കോണ്ടാക്ട് ആയിരിക്കും. ഒരു രീതിയിലും അവരെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. പറ്റുന്നുണ്ടെങ്കിൽ അവരുടെ സ്റ്റോറിയും സ്റ്റാറ്റസും ഒന്നും നിങ്ങൾ നോക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ പൊതുവെ എല്ലാവരും ചെയ്യുന്ന കാര്യം എന്താണെന്ന് അറിയോ, പ്രത്യേകിച്ച് ആ ഒരാൾ തന്നെ വേണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് അവരുടെ അപ്ഡേഷൻസ് ഒക്കെ അറിയാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഏതെങ്കിലും രീതിയിൽ അവരെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. മീൻസ് അവരുടെ പുറകെ പോവുക എന്നുള്ളത് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നിങ്ങൾ ഒരു കാരണവശാലും ചെയ്യരുത്. നിങ്ങൾ ആദ്യം നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക, ഞാൻ ഈ ഒരു നോ കോണ്ടാക്ട് ചെയ്യുന്നത് എൻ്റെ ആഗ്രഹം നടക്കാൻ വേണ്ടിയിട്ടാണ്, അവരെ തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ഞാൻ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുകയും അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ഇങ്ങനെ നോ കോണ്ടാക്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു രീതിയിലും അവർക്കൊരു മെസ്സേജോ കോളോ അല്ലെങ്കിൽ അവരുടെ ഒരു അപ്ഡേഷൻസും നിങ്ങൾ നോക്കുന്നില്ല, ഇങ്ങനെയൊക്കെ അറിയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് അറിയാനുള്ള ഒരു താല്പര്യം കൂടും. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, ഇനി ഇത്ര നാൾ അങ്ങനെ നോക്കുന്ന ഒരാളായിരുന്നു, ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ നോക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ മറ്റേതെങ്കിലും റിലേഷൻഷിപ്പ് ആയിട്ടുണ്ടായിരിക്കും, ഇങ്ങനെയൊക്കെ അറിയാനുള്ള ആഗ്രഹങ്ങൾ അവരുടെ മനസ്സിൽ വരും എന്നുള്ളതാണ്. സോ ആ ഒരു ക്യൂരിയോസിറ്റി അവരിൽ ഉണ്ടാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നോ കോണ്ടാക്ട് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഇനി സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളെ നന്നായിട്ട് നിങ്ങൾ കെയർ ചെയ്യുക, നിങ്ങളുടെ ബോഡിയൊക്കെ നന്നായിട്ട് കെയർ ചെയ്യുക, ഫിറ്റ് ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഇത്തരത്തിൽ നമ്മൾ നമ്മുടെ ബോഡിയെ കെയർ ചെയ്യുമ്പോൾ നമ്മളെ സ്നേഹിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ഇപ്പോൾ ഇതുവരെ നിങ്ങൾ ജിമ്മിലൊന്നും പോകാതിരുന്ന ഒരാളാണെങ്കിൽ, ഒരു എക്സാമ്പിൾ മാത്രമാണ് ഞാൻ പറയുന്നത്, ഇനി മുതൽ നിങ്ങൾ ജിമ്മിൽ പോകണമെന്നല്ല ഞാൻ പറയണത്, ജസ്റ്റ് എനിക്ക് പറഞ്ഞു തരാൻ കഴിയുന്ന ഒരു എക്സാമ്പിൾ പറയണമെന്ന് മാത്രം. അപ്പോൾ ജിമ്മിലൊന്നും പോവാതെ ഇരുന്നിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ പിന്നീട് ഇനി അങ്ങോട്ട് ജിമ്മിലൊക്കെ പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും ആ ഒരു മാറ്റം അവരെ അതിശയിപ്പിക്കും എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾ മാറണം എന്നുള്ള ചിന്ത അവരിൽ വല്ലാത്തൊരു അതിശയം ഉണ്ടാക്കുകയാണ് ചെയ്യുക. ഇത്ര നാളും ഇങ്ങനെ ജിമ്മിലൊന്നും പോകണമെന്ന് വിചാരിച്ചിട്ടില്ല, മീൻസ് എന്നെ പ്രണയിച്ചിരുന്ന സമയത്തൊന്നും ഇങ്ങനെ ഉണ്ടായിരുന്നില്ല, ഇപ്പൊ ജിമ്മിലൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ, അപ്പൊ ആൾ എന്താണ് കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ ആളെ, അപ്പോൾ ഇനിയിപ്പോൾ കൂടുതൽ നന്നാകുമോ, മീൻസ് ആൾ മുന്നത്തേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആകുമോ, അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ പെട്ടെന്ന് ഒരു തീരുമാനം വന്നിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഇങ്ങനെ പോകാൻ തുടങ്ങിയിട്ടുണ്ടാവുക, ഇങ്ങനെയുള്ള കുറേ ചിന്തകൾ അവരുടെ മനസ്സിൽ വരും എന്നുള്ളതാണ്. ഇതും പല കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് അറിയണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാക്കുകയാണ് ചെയ്യുക. ചിലപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലുമൊക്കെ ഫ്രണ്ടിനെ കാണുന്ന സമയത്തോ അല്ലെങ്കിൽ നിങ്ങളെ പരിചയമുള്ള ഏതെങ്കിലും വ്യക്തിയെ കാണുന്ന സമയത്തൊക്കെ ചെറിയ രീതിയിലൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ സാധ്യതയുണ്ട്, എന്നാൽ ചിലപ്പോൾ ചോദിക്കാതെ ഇരിക്കാം. എന്നിരുന്നാലും ഇത്തരത്തിൽ പല കാര്യങ്ങളും അറിയാനായിട്ട് അവരിൽ ഒരു ആഗ്രഹം ഉണ്ടാകും എന്നുള്ളതാണ്. മാത്രമല്ല ഇവിടെ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫ് വളരെ നന്നായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുകയും അത് നിങ്ങളോടുള്ള ഒരു അസൂയ ക്രിയേറ്റ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ അപ്പിയറൻസ് കുറച്ചുകൂടി ബെറ്റർ ആക്കുക എന്നുള്ളതാണ്. അപ്പിയറൻസ് ബെറ്റർ ആക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇപ്പം നിങ്ങളുടെ ഡ്രസ്സിങ്ങിലും അല്ലെങ്കിൽ നിങ്ങൾ ഇടുന്ന ഓർണമെന്റ്സിലും എല്ലാത്തിലും കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരിക. നിങ്ങളുടെ സ്കിന്നിനൊക്കെ നന്നായി ചേരുന്ന രീതിയിലുള്ള ഡ്രസ്സൊക്കെ നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആ ഡ്രസ്സിന് മാച്ച് ആവുന്ന രീതിയിലുള്ള ഓർണമെന്റ്സ് നിങ്ങൾ ഇടാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഇപ്പം മെൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നന്നായിട്ടുള്ള, മീൻസ് ഇപ്പോൾ കുറേ കാര്യങ്ങളുണ്ടല്ലോ, അതായത് ഓരോ ഷർട്ടും പാൻറ്റും ആണെങ്കിൽ ഇത് മാച്ച് ആയിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അത്തരത്തിൽ മാച്ച് ആയിട്ടുള്ള ഡ്രസ്സ് ഇടാനായിട്ട് ശ്രമിക്കുക. കാണുമ്പോൾ തന്നെ നല്ല എന്താ പറയുക, ആൾ നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്, കുറേ നല്ല രീതിയിൽ, മീൻസ് കുറച്ചുകൂടി മനോഹരമായ രീതിയിലൊരു മാറ്റം നിങ്ങൾ കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്ന് അവർക്ക് തോന്നണം എന്നുള്ളതാണ്. അത്തരത്തിലൊരു മാറ്റം നിങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ മാറ്റങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ അപ്പിയറൻസിൽ, പ്രത്യേകിച്ച് അപ്പിയറൻസിൽ മാറ്റങ്ങൾ കാണുന്ന സമയത്ത് എന്തായാലും അവരുടെ മനസ്സിൽ നിങ്ങളെ മിസ് ചെയ്തല്ലോ എന്നുള്ള തോന്നലാണ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഇത്രയും മാറ്റങ്ങൾ ഞാൻ ബ്രേക്കപ്പ് ആയതിനു ശേഷമാണ് ഇവർക്ക് വന്നിട്ടുള്ളത്. അങ്ങനെ തോന്നുന്ന സമയത്ത് അവർക്ക് വല്ലാത്തൊരു മിസ്സിങ് അല്ലെങ്കിൽ ഒരു പശ്ചാത്താപമൊക്കെ തോന്നാനുള്ള സാധ്യതയുണ്ട്. ഇത് നിങ്ങളിലേക്ക് മടങ്ങി വരാനുള്ള ഒരു ചാൻസ് കൂടി ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ഇങ്ങനെ
നമ്മുടെയൊക്കെ അപ്പിയറൻസിലൊക്കെ മാറ്റം വരുത്തുമ്പോൾ നമ്മളവിടെ കാണിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ നമ്മൾ ഓക്കെ ആണെന്നുള്ളതാണ്. ആ ഒരാളില്ലെങ്കിൽ കൂടി ഞാൻ ഓക്കെയാണ്, എൻ്റെ ലൈഫ് അതിനേക്കാൾ മനോഹരമായിട്ട് പോകുന്നുണ്ട്, അടിപൊളിയായിട്ട് പോകുന്നുണ്ട് എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു കാര്യത്തിലൂടെ കാണിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എന്തായാലും അവർക്ക് ഉണ്ടാവുക എന്താണ്, വല്ലാത്തൊരു ദേഷ്യമോ അസൂയയോ ഒക്കെയാണ് അവരിൽ ഉണ്ടാവുക എന്നുള്ളത്. അത് നിങ്ങളിലേക്ക് മടങ്ങി വരാനുള്ള ഒരു സാധ്യത കൂട്ടുകയാണ് ചെയ്യുന്നത്. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ അപ്ഡേഷൻസ് ഒക്കെ അവരെ അറിയിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ കാര്യങ്ങളൊന്നും നിങ്ങളെടുത്ത് നോക്കാതിരിക്കാനായിട്ട് മാക്സിമം നോക്കുക എന്നുള്ളത്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ അപ്ഡേഷൻസ് അറിയിക്കുക എന്നുള്ളതാണ്. ഒരിക്കലും നിങ്ങൾ നിരാശരായിട്ടുള്ള കാമുകനെയോ കാമുകിയോ പോലെ ഒരിക്കലും നിങ്ങൾ സ്റ്റാറ്റസും ഒന്നും ഇടാതിരിക്കുക. നിങ്ങൾ ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പം നിലവിൽ നിങ്ങൾ ഹാപ്പി ആയിട്ടുള്ള നിങ്ങളുടെ നല്ല മനോഹരമായിട്ടുള്ള നിങ്ങൾ ചിരിച്ചു നിൽക്കുന്ന ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിൽ, അതായത് നിങ്ങൾ സന്തോഷവാനാണ് അല്ലെങ്കിൽ സന്തോഷവതിയാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഫോട്ടോസും കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം, അങ്ങനെ അല്ലെങ്കിൽ സ്റ്റോറി ഇടാം, സ്റ്റാറ്റസ് വെക്കാം. അവരെങ്ങനെയാണോ കാണാൻ സാധ്യതയുള്ളത് ആ രീതിയിൽ നിങ്ങൾക്ക് അത് വെക്കാം എന്നുള്ളതാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഹാപ്പി ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഇപ്പം ഇങ്ങനെ പോകുന്നുണ്ട് എന്നറിയിക്കുന്ന രീതിയിലുള്ള സ്റ്റാറ്റസും സ്റ്റോറീസും ഒക്കെയാണ് വെക്കേണ്ടത്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ പുതിയ പുതിയ ആളുകളെയൊക്കെ മീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പുതിയ ഫ്രണ്ട്സിനെയും പുതിയ റിലേഷൻഷിപ്പുകളൊക്കെ ഉണ്ടാക്കിയെടുക്കുക. പ്രണയം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, മറ്റ് റിലേഷൻഷിപ്പുകൾ, ഫ്രണ്ട്സൊക്കെ ആയിട്ട് കുറേ പേരെ നിങ്ങൾക്ക് ചിലപ്പോൾ പുതിയതായിട്ട് കിട്ടുന്നുണ്ടായിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ അവരുമായിട്ടുള്ള ഫോട്ടോസ്, സെൽഫീസ് ഒക്കെ നിങ്ങൾക്ക് എടുക്കാം. എന്നിട്ട് അതും നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ അപ്ലോഡ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ലൈഫ് അവിടെ അവർ മുഴുവനായിട്ട് മറിയുകയാണ് ചെയ്യണത്. ചിലപ്പോൾ കുറേ കാലത്തേക്ക് നിങ്ങളെക്കുറിച്ച് ഒന്നും അറിവും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. പെട്ടെന്ന് നിങ്ങളിൽ ഇങ്ങനെയുള്ള സ്റ്റോറീസും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് അത് മാറ്റമായിട്ട് ഉള്ള രീതിയിലുള്ള പുതിയ പുതിയ രീതിയിലുള്ളതൊക്കെ കാണുമ്പോൾ അവരെ നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് തുടങ്ങും എന്നുള്ളതാണ്. അപ്പോൾ പലരും വഴി ചിലപ്പോൾ അറിയാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവും. ഇങ്ങനെയാണെന്നുണ്ടെങ്കിലും അത് നിങ്ങളിലേക്ക് എത്താനുള്ള ഒരു വഴിയായിട്ട് അവർ കാണും എന്നുള്ളതാണ്. അങ്ങനെ വരാനുള്ള സാധ്യത കൂടി അവിടെ കൂടുതലായിട്ട് വരികയാണ് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെ കഴിയുമ്പോഴത്തേക്കും ഏതെങ്കിലും രീതിയിൽ നിങ്ങളിലേക്ക് അവരുടെ ഒരു മെസ്സേജ് എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ അവർ തന്നെ വരാനുള്ള സാധ്യതയുണ്ട്. എങ്ങനെയാണെങ്കിലും റിസൾട്ട് എന്തായാലും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് തോന്നി എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്